ഹലോ, ഞാൻ ഡോക്ടർ അനീഷയുടെ സ്മൃതി അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ സ്മൃതി അറ്റൻഡ് ചെയ്യുന്നത് ഡെലിവറി കഴിഞ്ഞൊരു 1.5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് ഡെലിവറിയോടനുബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു, ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും. പിന്നെ എനിക്ക് ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു തോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് സ്മൃതി അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ. പക്ഷെ വൺസ് സ്മൃതി അറ്റൻഡ് ചെയ്തതിന് ശേഷം വലിയൊരു റിലീഫാണ് എനിക്ക് മെൻ്റലി ഉണ്ടായത്. ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് വിസിബിളായിട്ട് ഇങ്ങനെ പറയാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും പറ്റുന്നതല്ല. പക്ഷെ സ്മൃതി അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മുന്നിലൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് അതിനോടനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെ തോട്ട്സ് നമ്മളെ മനസ്സിൽ വരുന്നു, ഇതിനൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മൾ മെൻ്റലി കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഉണ്ടായത്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്കും മെൻ്റലി ഡൗൺ ആയൊരു സിറ്റുവേഷനിലാണ് സ്മൃതി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫിസിക്കലി പറയാമെന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് കുറഞ്ഞു സ്മൃതി അറ്റൻഡ് ചെയ്തതിന് ശേഷം. പിന്നെ ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിക്കില്ല, ഇതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുക പോലില്ല. പക്ഷെ അതൊക്കെ നമുക്ക് വന്ന മാറ്റങ്ങളാണെന്ന് നമ്മൾ പിന്നെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചേഞ്ചസ്. പിന്നെ ഡോക്ടർ അനീഷയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഒരു സമാധാനം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും, ഞാൻ ഇതിനു മുന്നേയും കുറേ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇല്ലാത്ത ഭയങ്കര ഒരു ക്ലാരിറ്റി എനിക്ക് ഈ ഒരു കൗൺസിലിങ്ങിലൂടെ വന്നു. അത് എന്താ പറയുക, ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് ഡോക്ടർ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരിക, സംസാരിക്കുക. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി. ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു അത്ഭുതമായിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഇത്രയും ഓർമ്മിച്ചിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പിന്നെയും ആഴ്ചകൾ കഴിഞ്ഞും മാസങ്ങൾ കഴിഞ്ഞും വരിക, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഹായ് അയക്കുക. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു റിലീഫാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കി അതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ നമുക്കും തിരിച്ചും അത് മനസ്സിലാക്കി തന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു